ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ മിസ്റ്റർ കെ.ബി. ഗണേഷ് കുമാറിനോടാണ് എന്റെ ഒരു ചോദ്യം. ഈ KSRTC നന്നാക്കാം, എല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞത് KSRTCയിൽ സ്റ്റാഫുകളായിട്ട് ഗുണ്ടകളെ നിയമിച്ചുകൊണ്ടാണോ? ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം നമ്മൾ ആറ്റിങ്ങലിൽ നിന്നും കല്ലമ്പലം ഭാഗത്തേക്ക് പോകുന്ന വഴി ഈ ബസിന്റെ പുക കണ്ടിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. പക്ഷെ ആലങ്കോട് ജംഗ്ഷനിൽ എത്തിയ സമയത്താണ് കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടായത്. ഈ ബസ്സുമായിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് ആലങ്കോട് സിഗ്നലിൽ നമ്മൾ വെയിറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഇനി ഒരു വണ്ടിക്ക് ഇവിടെ നിന്ന് ഓവർടേക്ക് ചെയ്തിട്ട് കയറി പോകാനുള്ള ഒരു സ്പേസ് ഇല്ല. എന്നിട്ടും ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് വന്നിട്ട് ഈ KSRTC ബസിന്റെ നമ്മുടെ വണ്ടിയുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൽ കൊണ്ടുവന്ന് ബാക്കി വണ്ടികൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടു. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മറ്റേ ട്രാക്കിലെ സ്പേസും കൂടെ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചേക്കുന്നത്. അപ്പൊ ഇത് എന്താ ചേട്ടാന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ സിനിമയിലെ വില്ലന്മാരെ ഹീറോയെ അടിക്കാനായിട്ട് വന്ന് നിന്നിട്ട് വാടാ എന്ന് വിളിക്കുന്നത് പോലെ വാടാ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷനും കാണിച്ച് അങ്ങനെ വിളിക്കുകയാണ് ഉണ്ടായത്. ഇത്രയും ചെയ്തിട്ടും പുള്ളിക്കാരൻ ഇതിന്റെ ഇടയിൽ കൂടെ കയറി പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ആ പള്ളിയുടെ അവിടെ എത്തുമ്പോഴേക്കും പുള്ളിക്കാരൻ നമ്മളെ ഓവർടേക്ക് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സഞ്ചരിക്കാനുള്ള ട്രാക്കിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് വെച്ച് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ സ്പെഷ്യൽ പരിശീലനം KSRTC നൽകുന്നുണ്ടോ എന്നുകൂടെയാണ് എന്റെ ക്വസ്റ്റ്യൻ. പിന്നെ ഇതൊക്കെ സാധാരണ നടക്കുന്നതല്ലേ എന്ന് നോർമലൈസ് ചെയ്യുന്നവരോട് ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നല്ല മാറ്റങ്ങൾ വരാൻ ലേറ്റ് ആകുന്നത്.